ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മുടെ ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഒരിക്കലും നമ്മൾ കേൾക്കുവാനോ കാണുവാനോ ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള വാർത്തകൾ. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ തൻ്റെ സഹപാഠിയെ നിഷ്ഠൂരമായി കൊന്നുകളയാൻ യാതൊരു ഭയവും കാണിക്കാതെ അതുമായി ബന്ധപ്പെട്ട വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ ഭീതി ഉളവാക്കുന്ന തരത്തിലുള്ള പല സംഭവങ്ങളുമാണ് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രം തീരുന്നില്ലല്ലോ, സ്വന്തം ഉമ്മയെ കൊന്നുകളഞ്ഞ് അതിന് ന്യായം പറയുന്ന ചില ന്യായങ്ങൾ വാർത്താമാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു. സ്വന്തം ഉമ്മയെ കൊന്നുകളയാൻ, എന്നിട്ട് പറയുന്ന വർത്തമാനം എന്താണ്? തന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയായി തൻ്റെ ഉമ്മയെ ഞാൻ കൊന്നുകളഞ്ഞു എന്ന് യാതൊരു മടിയും കൂടാതെ യാതൊരു ലജ്ജയും കൂടാതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറയുന്ന മക്കൾ. എന്നാൽ വളരെ കൃത്യമായി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഉത്തമമായ ചില മാതൃകകളുണ്ട്. അല്ലെങ്കിൽ മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 10 കാര്യങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി അത് നമ്മെ പഠിപ്പിച്ചു. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി അത് നമ്മെ ഓർമ്മപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്താൻ, മക്കളെ വളർത്തുക എന്നുള്ളത്, നമ്മുടെ മക്കളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു നൽകിയ അമാനത്തുകളിൽ ഏറ്റവും വലിയ അമാനത്താൻ. തൻ്റെ മക്കളെ നല്ല രൂപത്തിൽ ദീനീ ബോധമുള്ള, റബ്ബിനെ ഭയപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന പാതയിലൂടെ, പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലൂടെ, പരിശുദ്ധ ഖുർആനിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കുന്ന തരത്തിൽ തൻ്റെ മക്കളെ വാർത്തെടുക്കുക എന്നുള്ളത് ഏതൊരു രക്ഷിതാവിൻ്റെയും കടമയും ഉത്തരവാദിത്വമായി പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ, പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബിൽ വിശ്വസിച്ച, പാരത്രിക ലോകത്തെയും കൃത്യമായി വിശ്വസിച്ച, പരിശുദ്ധ ഖുർആനിനെ വിശ്വസിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച, ഈമാൻ കാര്യങ്ങളിലും ഇസ്ലാം കാര്യങ്ങളിലും കൃത്യമായി വിശ്വസിച്ച ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ പ്രപഞ്ച സൃഷ്ടാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും അതുപോലെ തന്നെ നിങ്ങളുടെ അഹ്ലിനെ, നിങ്ങളുടെ കുടുംബത്തെയും മനുഷ്യരെയും അതുപോലെ തന്നെ കല്ലുകളെയും ഇന്ധനമാക്കപ്പെടുന്ന നരകത്തിയിൽ നിന്ന് നിങ്ങൾ സംരക്ഷിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്താൻ, നമ്മളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം നമ്മുടെ കുടുംബത്തെയും അതിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മൾ ആലോചിക്കേണ്ടത് എന്തെന്നറിയോ? മഹാനായ അലി റളിയല്ലാഹു അൻഹു ഈ ആയത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഈ ആയത്തിലൂടെ നമ്മുടെ അഹ്ലിനെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ മാന, എന്താണത് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മുടെ മക്കളെ നല്ലത് പഠിപ്പിക്കുകയും നല്ല മര്യാദയുള്ള മക്കളായി നമ്മളെ മക്കളെ വളർത്തണമെന്നുള്ളതാണ് ഈ ഒരു ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് അലി റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ മക്കളെ വളർത്തുന്ന വിഷയത്തിൽ കൃത്യമായ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. മഹാനായ ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ള അദ്ദേഹം നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഏതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഹൃദയം പടക്കാതെ കേൾക്കാൻ കഴിയാത്തൊരു ചോദ്യമാണ്. മഹാനായ ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ള നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയെത്ര മാതാപിതാക്കളാണ് അവരുടെ പ്രിയപ്പെട്ട മക്കളെ അവരുടെ കാര്യത്തിൽ തങ്ങളുടെ അലസത കാരണത്താലും മര്യാദകൾ പഠിപ്പിക്കാതെയും അവരുടെ എല്ലാ ഇച്ഛകൾക്കും സഹായം നൽകിക്കൊണ്ടും ഈ ലോകത്തും പാരിത്രികമായ ലോകത്തും അവരെ ദൗർഭാഗ്യവാന്മാരാക്കി മാറ്റിയത് എത്രയെത്ര രക്ഷിതാക്കളാണ് എന്ന് അദ്ദേഹം നമ്മോട് ചോദിക്കുകയാണ്. എന്താണ് 3 കാര്യങ്ങളാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമതായി അവരുടെ കാര്യത്തിൽ അലസത കാണിച്ചു എന്നുള്ളതാ. നമ്മുടെ മക്കളുടെ ദീനീ പഠനത്തിന്റെ കാര്യത്തിൽ, അവർക്ക് ഉപദേശം നൽകുന്നതിന്റെ കാര്യത്തിൽ അലസത കാണിച്ചു എന്നുള്ളതാ. മഹാനായ പ്രവാചകന്മാരുടെ ചരിത്രമെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ തൻ്റെ മക്കളെ ചേർത്തിരുത്തി തൻ്റെ മക്കളോട് അവർ നൽകിയിരുന്ന ഉപദേശങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ മോനെ ചേർത്തിരുത്തി പറയാൻ, നീ മുസ്ലിമായി കൊണ്ടല്ലാതെ നീ മുസ്ലിമായി കൊണ്ടല്ലാതെ ഒരിക്കലും മരണപ്പെടാൻ പാടില്ല എന്ന് തൻ്റെ മക്കൾക്ക് വസിയ്യത്ത് നൽകിയ പ്രവാചകന്മാരുടെ ചരിത്രം
നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയും തന്റെ മകനെ ചേർത്തിരുത്തി പറഞ്ഞു കൊടുക്കുന്ന മഹിതമായ ഒരുപാട് ഉപദേശങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തവരാണ് നമ്മൾ. അവിടെയാണ് ഓർമ്മപ്പെടുത്തുന്നത്, ഒന്നാമത് തന്റെ മക്കളുടെ കാര്യത്തിൽ അലസത കാരണം പാരത്രികവും ഇഹലോകവും പരലോകവും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. രണ്ടാമതായി ഓർമ്മപ്പെടുത്തിയത് തൻ്റെ മക്കളെ മര്യാദ പഠിപ്പിക്കുന്ന വിഷയമാണ്. മൂന്നാമതായി ഓർമ്മപ്പെടുത്തിയത് അവരുടെ എല്ലാ ഇച്ഛകൾക്കും നമ്മൾ സൗകര്യങ്ങൾ സഹായം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഒന്നും രണ്ടും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ പോലും മൂന്നാമത്തെ കാര്യത്തിൽ നമുക്ക് പലപ്പോഴും ശ്രദ്ധയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ മക്കൾ നമ്മോട് എന്ത് പറയുന്നോ അത് വാങ്ങിക്കൊടുക്കാൻ, ആ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മളത് അനുഭവിച്ചിട്ടില്ലല്ലോ, ഞാനത് സുഖിച്ചിട്ടില്ലല്ലോ, എനിക്കതുണ്ടായിട്ടില്ലല്ലോ. എൻ്റെ കുറവ്, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ നഷ്ടങ്ങളൊന്നും എൻ്റെ മക്കൾ അറിഞ്ഞുകൂടാ, അവരാ രൂപത്തിൽ വളർന്നുകൂടാ. ഞാൻ എത്ര തന്നെ ദുരിതങ്ങൾ അനുഭവിച്ചാലും, ഞാൻ എത്ര തന്നെ പ്രയാസങ്ങൾ അനുഭവിച്ചാലും, ഞാൻ എത്ര തന്നെ കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ അനുഭവിച്ചാലും അതെൻ്റെ മകൻ അറിയാൻ പാടില്ല, എൻ്റെ മകൾ അറിയാൻ പാടില്ല. അവരാരും ആ പ്രയാസമില്ലാതെ എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ, ഏറ്റവും നല്ല രൂപത്തിൽ അവർ കഴിച്ചു കൂട്ടണമെന്ന് മനസ്സിലാക്കുന്ന, ആലോചിക്കുന്ന രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ കാര്യമാണ് തൻ്റെ മക്കളുടെ കാര്യത്തിൽ അവരുടെ എല്ലാ ഇച്ഛകൾക്കും സഹായം നൽകി കൊടുക്കുന്നതിലൂടെ അവിടെ ഇഹലോകവും പരലോകവും നഷ്ടമാക്കുന്നത് എത്ര രക്ഷിതാക്കളാണ് എന്ന് അദ്ദേഹം നമ്മോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയാണ് നമ്മുടെ മക്കളെ നമ്മൾ സ്വാലിഹീങ്ങളായി വളർത്തേണ്ടത്? നമ്മളെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ സ്വാലിഹീങ്ങളാക്കാൻ പരിശ്രമിക്കുക എന്നത് നല്ലൊരു ഇബാദത്തായിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ദീനീ വിദ്യാഭ്യാസം അവർക്ക് നൽകേണ്ട ബാധ്യതകളും കടമകളും അവർക്ക് നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 കടമകൾ നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട, മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 10 കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്തെന്നറിയോ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട്. ഒരു ഉപ്പ കടന്നു വരാൻ. ആ ഉപ്പ കടന്നു വന്ന് ചില വേവലാദികൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ, എൻ്റെ മകൻ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല. പലപ്പോഴും നമുക്കൊക്കെയുള്ള പരാതിയാണ്, എൻ്റെ മകൾ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല. അവർ തോന്നിയതുപോലെ അവരുടെ ഇഷ്ടപ്രകാരം ജീവിച്ചു കൊള്ളാൻ, എന്നോട് ചോദ്യം ചെയ്യാൻ, എന്നോട് കൽപ്പിക്കാൻ, എന്നെ ഉപദേശിക്കാൻ താങ്കൾ ആരാണ് എന്ന് പോലും തൻ്റെ ഉപ്പയോട് ചോദിക്കുന്ന, ഉമ്മയോട് ചോദിക്കുന്ന ഒരു ഭയാനകരമായ കാലഘട്ടം. അവിടെയാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറയാൻ, എൻ്റെ മകൻ ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കളുടെ മകനെ വിളിച്ചു കൊണ്ടുവരിക, എൻ്റെ അടുക്കലേക്ക് താങ്കളുടെ മകനെ വിളിച്ചു കൊണ്ടുവരിക. അങ്ങനെ അദ്ദേഹം തൻ്റെ മകനെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങൾ തിരക്കിയ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ മകൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ട ചില കാര്യങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ മകൻ പറയാൻ, എൻ്റെ ഉപ്പ എനിക്ക് നല്ല പേരിട്ടിട്ടില്ല, എന്നെ ഖുർആനും സുന്നത്തും എൻ്റെ ഉപ്പ പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ ഉമ്മയെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ എൻ്റെ അവകാശത്തെ ഉപ്പ നിറവേറ്റിയിട്ടില്ല. ഉപ്പ വിവാഹം കഴിച്ചതാകട്ടെ ദീനില്ലാത്ത, മതബോധമില്ലാത്ത ഒരു സ്ത്രീയെയാണ് എൻ്റെ ഉപ്പ വിവാഹം കഴിച്ചത്. ഈ 3 കാര്യങ്ങളാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ ഉപ്പയെ അനുസരിക്കാത്തതുമായി ബന്ധപ്പെട്ട ആ മകനോട് ചോദിച്ചപ്പോൾ ആ മകൻ തിരിച്ചു പറഞ്ഞ കാര്യം. നമുക്കൊരു മകനുണ്ടാകുമ്പോൾ, ഒരു മകളുണ്ടാകുമ്പോൾ അവർക്ക് നല്ല പേരിടുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടുള്ള ബാധ്യതയായി നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. ഏറ്റവും നല്ല പേര് അവർക്ക് ഇടുക എന്നുള്ളത്. രണ്ടാമതായി അവർക്ക് ഖുർആനും സുന്നത്തും ദീൻ പഠിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും അടിസ്ഥാനപരമായ വിഷയമാണ്. നമ്മുടെ മക്കളെ ദീൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ നമ്മുടെ ചിന്ത എന്താണ്? കുറച്ച് കാലം ഒന്ന് മദ്രസയിലേക്ക് വിട്ടാൽ, കുറച്ച് സമയം ഒന്ന് ഖുർആൻ ക്ലാസ്സിൽ പഠിപ്പിച്ചാൽ അതോടുകൂടി മക്കളുടെ ദീനി പഠനത്തിൻ്റെ വിഷയത്തിൽ എൻ്റെ എല്ലാ ബാധ്യതകളും തീർന്നു എന്ന് വിചാരിക്കുന്ന നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം,
എൻ്റെ ഉപ്പ എനിക്ക് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചിട്ടില്ല. ഇത് നമ്മുടെ മക്കൾ തിരിച്ചു പറയും. എപ്പോഴെന്നറിയോ? നാളെ റബ്ബിൻ്റെ മുമ്പിൽ എന്നെയും നിങ്ങളെയും ഹാജരാക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ നമുക്ക് നേരെ വിരൽ ചൂണ്ടുന്ന സന്ദർഭമുണ്ട്. ആ സന്ദർഭം എന്തുകൊണ്ട് ഇത് ചെയ്തില്ല, ഇത് പഠിച്ചില്ല, ഇതറിഞ്ഞില്ല എന്ന് റബ്ബിൻ്റെ തുടങ്ങുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ മക്കൾ നമുക്ക് നേരെ വിരൽ ചൂണ്ടും. എൻ്റെ ഉപ്പ ഭൗതികമായ എല്ലാ വിദ്യാഭ്യാസങ്ങളും സൗകര്യങ്ങളും ഒരുക്കി തന്നപ്പോഴും എൻ്റെ മതപരമായ വിഷയത്തിൽ, എനിക്ക് ദീൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ, എനിക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ, എനിക്ക് ഹദീസുകൾ പഠിപ്പിച്ചു തരുന്ന വിഷയത്തിൽ എൻ്റെ ഉപ്പ യാതൊരു വിധത്തിലും ശ്രദ്ധ പുലർത്തിയില്ല, എനിക്ക് സൗകര്യങ്ങൾ ചെയ്തു തന്നില്ല എന്ന് നമ്മളെ മക്കൾ പറയുന്നൊരു കാലം വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കൃത്യമായി ആ വിഷയത്തിൽ ശ്രദ്ധ പുലർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമതായി അവിടെ ഓർമ്മപ്പെടുത്തിയത് നല്ല ഉമ്മയെ തെരഞ്ഞെടുത്തില്ല എന്നുള്ളതാണ്. നല്ല ഉമ്മയെ തെരഞ്ഞെടുത്തില്ല എന്നുള്ളതാണ്. ഉമ്മയുടെ ദീന് നോക്കാതെ ഉമ്മയെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. നമ്മളെല്ലാവരും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ പലപ്പോഴും വിവാഹങ്ങൾ നടത്താറുണ്ട്. നമ്മുടെ മക്കളുടെ വിവാഹങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളവിടെ പ്രാധാന്യം നൽകാറുള്ളത് എന്തിനാണ് എന്ന് നമ്മളൊന്ന് ആത്മാർത്ഥമായി ആലോചിച്ചാൽ തന്നെ നമുക്കതിന് ഉത്തരം കിട്ടും. നമ്മുടെ മക്കളോടുള്ള ഒന്നാമത്തെ ബാധ്യത നിറവേറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അവിടെ നമുക്ക് ഉത്തരം ലഭിക്കുമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണ് വിവാഹിതയാകുന്ന 4 കാര്യങ്ങളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വിവാഹം നടക്കുന്നതിൻ്റെ 4 ഘടകങ്ങൾ അനുസരിച്ചാണല്ലോ സാധാരണഗതിയിൽ വിവാഹം നടക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തുൻകഹുൽ മർഅതു ലി അർബഇൻ, ഒരു പെണ്ണ് വിവാഹിതയാകുന്നത് 4 കാര്യങ്ങൾ കൊണ്ടാണ്. ലിമാലിഹ, ഒന്ന് അവളുടെ സമ്പത്താൻ, വലി ഹസ്ബിഹ, 2 അവളുടെ തറവാടിച്ചമാൻ, വലി ജമാലിഹ, 3 അവളുടെ ഭംഗിയാൻ, വലി ദീനിഹ, 4 അവളുടെ ദീനാൻ. ഈ 4 കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ട് അവസാനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് ചേർത്ത് വെച്ചൊരു കാര്യം കൂടി നമ്മെ ഓർമ്മപ്പെടുത്തി. ഫദ്ഫർ ബിദാത്തി ദീൻ, ഈ 4 കാര്യങ്ങൾ നോക്കിയാണ് വിവാഹം ചെയ്യപ്പെടുന്നത് എങ്കിലും അവിടെ നീ പ്രാധാന്യം നൽകേണ്ടത്, അവിടെ നീ ഗൗരവത്തിലെടുക്കേണ്ടത്, അവിടെ നീ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി എടുത്തു നോക്കേണ്ടത് ഫദ്ഫർ ബിദാത്തി ദീൻ, അവളുടെ ദീനിനാൻ, അവളുടെ മതബോധത്തിനാൻ, അവൾക്ക് എത്രമാത്രം മതബോധമുണ്ട്, അറിവുണ്ട് എന്ന വിഷയത്തിലാണ് നീ വിവാഹം നോക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്ത. അതിലേക്ക് അവസാനമായി കോർത്തിണക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൃത്യമായി നമ്മുടെ മനസ്സുകളിൽ ചേർത്ത് വെക്കേണ്ടതാ ത്വരിബത് യദൈ, നിങ്ങളുടെ കൈകളിൽ മണ്ണ് പുരണ്ടാൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്താൻ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ വിവാഹങ്ങൾ നോക്കാറുള്ളത് എങ്ങനെയാ? വലി ജമാലിഹ, അവളുടെ ഭംഗി നോക്കി, വലി ഹസ്ബിഹ, അവളുടെ ഹസ്ബ് നോക്കി, വലി മാലിഹ, അവളുടെ സമ്പത്ത് നോക്കി, വലിയ തറവാടിത്തം നോക്കും, വലിയ സമ്പത്ത് നോക്കും. ഏറ്റവും ഭംഗിയുള്ള പെണ്ണിനെ തന്നെ വേണം എൻ്റെ മോനിക്ക്, ഏറ്റവും ഭംഗിയുള്ള മകനെ തന്നെ വേണം, പുതിയാപ്പിളയെ തന്നെ വേണം എൻ്റെ മകനുക്ക് എന്ന രൂപത്തിലുള്ള ചിന്തയാണ്. ഏറ്റവും നല്ല സമ്പത്തുള്ളവർ തന്നെ വേണം. അവിടെ നമ്മളാരും ദീന് നോക്കാറില്ല, നമ്മളാരും ദീന് നോക്കാറില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നീ ഒരു പെണ്ണ് നോക്കുമ്പോൾ, ഒരു കല്യാണാലോചന നടത്തുമ്പോൾ ഫദ്ഫർ ബിദാത്തി ദീൻ, നീ ദീനിന് പ്രാധാന്യം നൽകണം. അങ്ങനെ നീ ദീനിന് പ്രാധാന്യം നൽകുമ്പോൾ നിനക്ക് പ്രയാസങ്ങൾ കുറച്ചൊക്കെ അനുഭവിക്കേണ്ടി വരും, കുറച്ചൊക്കെ കഷ്ടപ്പാടുകൾ വേണ്ടി വരും. നീ മാല് നോക്കാതെ, സമ്പത്ത് നോക്കാതെ വിവാഹം കഴിക്കുന്ന സമയത്ത് നിനക്ക് ചിലപ്പോൾ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും, നിന്റെ കൈകളിൽ ചിലപ്പോൾ മണ്ണ് പുരട്ടേണ്ടി വരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എത്ര തന്നെ കഷ്ടപ്പാടുകൾ ഭാവിയിൽ അനുഭവിക്കേണ്ടി വന്നാലും ദീനുള്ളവളെ വിവാഹം കഴിക്കാൻ, ദീനുള്ളവനെ നമ്മുടെ മകൾക്ക് വേണ്ടി വിവാഹം ആലോചിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാ. രണ്ടാമതായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ അവർക്ക് നല്ല ശിക്ഷണം നൽകണമെന്നുള്ളതാണ്, നല്ല തർബിയത്ത് നൽകണമെന്നുള്ളതാണ്. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾക്ക് തർബിയത്ത് നൽകുക എന്നത് അത് റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലമുള്ള കാര്യമായാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ നമുക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഏതൊരു അമലുകളെയും പോലെ, ഏതൊരു പ്രവർത്തനത്തെയും പോലെ നമുക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ അവിടെ അടിസ്ഥാനപരമായി നമുക്കുണ്ടാകേണ്ടത് അതിൻ്റെ നിയ്യത്ത് നന്നാവണമെന്നുള്ളതാണ്. നമ്മളൊക്കെ പഠിച്ച ഹദീസാൻ, ഒരുപാട് കേട്ട ഹദീസാൻ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഏതൊരു പ്രവർത്തനവും അതിൻ്റെ നിയ്യത്ത്
സത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ അത് റബ്ബ് നമ്മെ ഏൽപ്പിച്ച ദൗത്യമാണ്, അത് റബ്ബ് നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്യമാണ്, അത് റബ്ബിൽ നിന്ന് പ്രതിഫലം ലഭിക്കാനാണ്. ആ റബ്ബ് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്യത്തിൽ നാളെ റബ്ബിനെ കാണുമ്പോൾ, റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അതാ ഞാനത് നിറവേറ്റിയിട്ടുണ്ട്. ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് മതവിദ്യാഭ്യാസം നൽകിയിട്ടുണ്ട്, ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് ശിക്ഷണം നൽകിയിട്ടുണ്ട് എന്ന് നാഥനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് നമുക്ക് മറുപടി പറയാൻ കഴിയണമെന്നുള്ളതാണ്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും ദയ കൊണ്ടും അവർ ഉപദേശിക്കണമെന്നുള്ളതാ. അവർ നമ്മൾ ചേർത്ത് നിർത്തണം. അവരുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ കാണുന്ന സമയത്തും അത് കൃത്യമായി അവരെ ഉണർത്താൻ നമുക്ക് സാധിക്കണം. അവരെക്കുറിച്ച്, നമസ്കാരത്തെക്കുറിച്ച്, മതപഠനത്തെക്കുറിച്ച്, ഖുർആൻ പഠനത്തെക്കുറിച്ച് അവർക്ക് കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാ. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നിന്റെ കുടുംബത്തിന് നീ സ്വലാത്ത് കൊണ്ട് നീ അവരോട് കൽപ്പിക്കുക, നിന്റെ കുടുംബത്തോട് നീ നമസ്കരിക്കാൻ കൽപ്പിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയല്ലോ. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം 7 വയസ്സാകുന്ന സമയത്ത് നീ അവരോട് നമസ്കരിക്കാൻ പറയണം. 7 വയസ്സാകുമ്പോൾ നമ്മുടെ മക്കളോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തി, അവർക്ക് 10 വയസ്സാകുമ്പോൾ അവർ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ ചെറിയ ശിക്ഷ കൊടുക്കണം, ചെറുതായിട്ടൊന്ന് അടിക്കണം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് നമ്മെ ഓർമ്മപ്പെടുത്തി, ആ 10 വയസ്സാകുന്ന സമയത്ത് നമ്മുടെ വിരിപ്പിൽ നിന്ന് അവരെ മാറ്റിക്കെടുക്കണം. ഇത് കൃത്യമായി പ്രിയമുള്ളവരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ മക്കൾക്ക് 7 വയസ്സാകുന്നത് തൊട്ട് അവരുടെ നമസ്കാരം കൊണ്ട് അവരോട് കൽപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. നമസ്കാരം കൊണ്ട് അവരോട് കൽപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. 10, 15, 20 വയസ്സ് പ്രായമായ മക്കൾ നമുക്കുണ്ട്. നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ അവരുടെ കൈകൾ പിടിച്ച് നമ്മോടൊപ്പം ജമാഅത്തിന് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധ പുലർത്താൻ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഖേദത്തോടു കൂടി നിൽക്കേണ്ട അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. നാലാമതായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് മക്കളെ നിഷിദ്ധങ്ങളിൽ നിന്നും, വെറുക്കപ്പെട്ടതിൽ നിന്നും, ഹറാമുകളിൽ നിന്ന് നമ്മുടെ മക്കളെ തടയണമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ സ്വീകരിക്കുന്ന നിലപാടെന്തെന്നറിയോ? നമ്മളെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടാകും, അല്ലേ? ചെറിയ ചെറിയ തെറ്റുകൾ അത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തൂല. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ചെറുതാണ് എന്ന് വിചാരിച്ച് അവർ ചെയ്യുന്ന തെറ്റുകളെ നമ്മൾ നിസ്സാരമാക്കി കാണും. നമ്മൾ ചെറിയ മക്കളല്ലേ, അവരിപ്പോൾ ഹറാമ് ചെയ്തെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ തെറ്റുകളാണെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ അവരിങ്ങനെ വിട്ടേച്ച് കളയുമെന്നുള്ളതാണ്. ഇങ്ങനെ അവൻ കുട്ടിയല്ല, അവൾ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വിട്ടേക്കുമ്പോൾ അവരുടെ ഭാവി ജീവിതത്തിൽ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുക, ഒരിക്കൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഈ 2 കുട്ടികളും സക്കാത്തിന്റെ ഈത്തപ്പഴം എടുത്ത് കളിക്കാൻ. നമ്മൾ ആലോചിക്കണം കേട്ടോ, കുട്ടികളാണ്, 2 കുട്ടികളാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ 2 പേരും സക്കാത്തിന്റെ ഈത്തപ്പഴം എടുത്ത് കളിക്കുക. അങ്ങനെ അവർ ഈത്തപ്പഴം എടുത്ത് കളിക്കുന്നതിനിടയിൽ അവരിൽ ഒരാൾ ഒരു ഈത്തപ്പഴം എടുത്ത് കഴിച്ചു. അവരത് വായിലിട്ടത് കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ വായിൽ നിന്ന് അതെടുത്ത് കളയാൻ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ മക്കളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചൊരു ചോദ്യമുണ്ട്. മുഹമ്മദിൻ്റെ കുടുംബങ്ങൾക്ക് സക്കാത്തിൻ്റെ ധനം തിന്നുകയില്ലെന്ന്, അവർക്ക് തിന്നാൻ പാടില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന മക്കളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാം. ആരോടാ ചോദിക്കുന്നത്? ചെറിയ മക്കളോടാണ്, തൻ്റെ പേരക്കുട്ടികളോട് ചോദിക്കാൻ. സക്കാത്തിന്റെ ധനം മുഹമ്മദിന്റെ കുടുംബത്തിന് കഴിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്കറിയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കളോട് ചോദിക്കാൻ. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? ഒരു ഈത്തപ്പഴല്ലേ, അത് കഴിച്ചോട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കും. നമ്മുടെ നിലപാടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച നിലപാടും തമ്മിൽ എത്രമാത്രം അന്തരമുണ്ട് എന്ന് കൃത്യമായി ആലോചിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. മക്കളാണെങ്കിലും ചെറിയ മക്കളാണെങ്കിലും അവരുടെ ചെറിയ ചെറിയ തെറ്റുകളാണെങ്കിലും തിരുത്തി കൊടുക്കാൻ, അവരെ ഉപദേശിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. 5ാമതായി നമ്മൾ മക്കൾക്ക് മാതൃകയാക്കണമെന്നുള്ളതാണ്. നമ്മൾ മക്കൾക്ക് മാതൃകയാകണമെന്നുള്ളതാണ്. നമ്മൾ മക്കളോട് എന്തെല്ലാം കൽപ്പിക്കുന്നുണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിലും വേണം. അവരോട് നമസ്കരിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം നമസ്കരിക്കണം.
അവരോട് തഹജ്ജുദ് നമസ്കരിക്കാൻ പറയുമ്പോൾ അവരോടൊപ്പം തഹജ്ജുദ് നമസ്കരിക്കാൻ ഉപ്പയുണ്ടാകണം, ഉമ്മയുണ്ടാകണം. അവരോട് നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഉപ്പ പറയുന്ന വർത്തമാനങ്ങളിൽ കളവിൻ്റെ ഒരു അംശം ഉണ്ടാകാൻ പാടില്ല. നീ ഹറാമായ മുതൽ സമ്പാദിക്കാൻ പാടില്ലെന്ന് മക്കളോട് പറയുമ്പോൾ ഹലാലായ സമ്പാദ്യം മാത്രമേ ഉപ്പാടെ സമ്പാദ്യത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ. ഹലാലായ സമ്പാദ്യം മാത്രമേ മക്കളെ കൊണ്ട് ഭക്ഷിപ്പിക്കാനും പാടുള്ളൂ. നമ്മൾ ആലോചിക്കേണ്ടത് എന്തെന്നറിയോ? പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ നമ്മെ ഉണർത്തുന്നുണ്ട്. എന്താണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. വല്ലാത്തൊരു ചോദ്യമാണ് പരിശുദ്ധ ഖുർആനിലൂടെ പ്രപഞ്ച സൃഷ്ടാവ് നമ്മോട് ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുക, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ചെയ്യാത്ത കാര്യത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക? നിങ്ങൾ ചെയ്യാത്ത കാര്യത്തെ എന്തിന് നിങ്ങൾ പറയണം എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പ്രപഞ്ച സൃഷ്ടാവ് നമ്മോട് ചോദിക്കാൻ നമ്മുടെ റബ്ബിനോട് എന്ത് മറുപടിയുണ്ട് പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ നമുക്ക് നൽകാൻ? ആദ്യം നമ്മളത് ചെയ്യണ്ടേ? തുടർന്ന് ഉള്ള ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വെറുക്കപ്പെട്ട കാര്യം എന്തെന്നറിയോ? നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തെ നമ്മൾ പറയുക എന്നുള്ളത്. ഞാൻ നമസ്കരിക്കാതെ എൻ്റെ മകനോട് ഞാൻ നമസ്കരിക്കാൻ പറഞ്ഞാൽ അത് റബ്ബ് വെറുക്കപ്പെട്ട കാര്യമാണ്. ഞാൻ നമസ്കരിക്കാതെ എൻ്റെ മകളോട് നമസ്കരിക്കാൻ ഞാൻ പറഞ്ഞാൽ അത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആദ്യം ചെയ്ത് കാണിക്കണം, നമ്മൾ അത് കൃത്യമായി ചെയ്യണം. പണ്ഡിതന്മാർ സാധാരണ പറയുന്നൊരു വാക്യമുണ്ട്, നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ മാതാപിതാക്കളുടെ രഹസ്യമാണ് എന്ന്. എൻ്റെ മോനെ സംബന്ധിച്ചിടത്തോളം, എനിക്കൊരു മകളുണ്ടെങ്കിൽ ആ മകളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രഹസ്യമാണ് എൻ്റെ മക്കൾ, എൻ്റെ രഹസ്യമാണ് എൻ്റെ മക്കൾ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ രഹസ്യമാണ് നിങ്ങളുടെ മക്കൾ. കാരണം എന്താണ്? മാതാപിതാക്കൾ അവരുടെ വീട്ടിൽ എന്താണോ അതായിരിക്കും അവരുടെ മക്കൾ എന്ന് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്ത. നമ്മുടെ സ്വഭാവം എന്താണോ അതായിരിക്കും നമ്മുടെ മക്കളുടെ സ്വഭാവം. നമ്മൾ കളവ് പറയുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ മക്കളുടെ സംസാരം. നമ്മൾ അനീതിയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ മക്കളുടെ സ്വഭാവം. അതുകൊണ്ട് നമ്മൾ കൃത്യമായി സത്യസന്ധത ഉള്ളവരായി മാറാൻ നമുക്ക് സാധിക്കണം. അതാണല്ലോ മഹാനായ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹം നമ്മോട് പറയാൻ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംസാരത്തിലും പ്രവൃത്തിയിലും സത്യസന്ധത ഉള്ളവരാക്കി മാറ്റണം. നിങ്ങളുടെ മക്കളുടെ സംസാരത്തിലും പ്രവൃത്തിയിലും നിങ്ങൾ അവരെ സത്യസന്ധതയുള്ളവരാക്കി മാറ്റണം. തുടർന്ന് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് സംസാരിക്കുന്ന സംസാരമുണ്ടല്ലോ, ആ സംസാരത്തിൽ നിങ്ങൾ കളവ് പറയാൻ പാടില്ല. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ സംസാരിക്കുന്ന സംസാരത്തിൽ കളവ് പറയാനോ, നിങ്ങൾ അവർക്ക് എന്തെങ്കിലും വാഗ്ദാനം നൽകാൻ, ഇപ്പം നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വാഗ്ദാനം നൽകാൻ, നീ അത് ചെയ്താൽ ഞാൻ നിനക്ക് ഇന്നത് തരാം, നീ ഇന്ന സ്ഥലത്ത് പോയി വന്നാൽ നിനക്ക് ഇന്നത് ചെയ്തു തരാം, നീ ഖുർആൻ മനഃപ്പാഠമാക്കിയാൽ ഇന്നത് ഞാൻ നിനക്ക് തരാം. ഇങ്ങനെ തുടങ്ങി നമ്മൾ പല വാഗ്ദാനങ്ങളും നമ്മൾ നൽകാറുണ്ട്. പക്ഷെ ഖുർആനിൻ്റെ വിഷയത്തിലൊന്നുമല്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളത് വാഗ്ദാനം നൽകുന്ന സമയത്ത് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുക, നിങ്ങൾ വാഗ്ദാനം നൽകിയാൽ അത് നിങ്ങൾ ലംഘിക്കാൻ പാടില്ല. മക്കൾക്കൊരു വാഗ്ദാനം നൽകിയാൽ അത് ലംഘിക്കാൻ പാടില്ല. കാരണം അത് മക്കളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും, അത് മക്കളുടെ സ്വഭാവത്തെ ബാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളോട് പെരുമാറുന്ന വിഷയത്തിൽ കൃത്യമായി ശ്രദ്ധ പുലർത്താൻ നമുക്ക് സാധിക്കണം. ആറാമതായി അവിടെ കൂട്ടുകെട്ടുകളെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗഹൃദത്തെ സംബന്ധിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കൂട്ടുകെട്ടുകൾ, നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടുകൾ, രണ്ട് ഉപമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുക. ഒന്ന്, ഒരു കസ്തൂരി വിൽപ്പനക്കാരനാണ്, അഥവാ ഒരു അത്തർ വിൽപ്പനക്കാരനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഉപമ എന്ന് പറയുന്നത് നല്ല സുഹൃത്തിനോടുള്ളൊരു ഉപമയാണ്. നല്ലൊരു സുഹൃത്ത് ഒരു അത്ര കച്ചവടക്കാരനെ പോലെയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുക. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? ഒന്നല്ലെങ്കിൽ അദ്ദേഹം നമുക്ക് അത്തർ പുരട്ടി തരും, അല്ലെങ്കിൽ അത്തറിൻ്റെ മണം നമുക്ക് ശ്വസിക്കാൻ കഴിയും, അത് അനുഭവിക്കാൻ കഴിയും. എങ്ങനെയാണെങ്കിലും നല്ലത് മാത്രമേ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ഉൾക്കൊള്ളാൻ, സ്വീകരിക്കാൻ നമ്മളിലേക്ക് പകരുകയുള്ളൂ. നേരെ മറിച്ച് രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചീത്ത കൂട്ടുകാരൻ്റെ ഉപമയെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താണ് ചീത്ത കൂട്ടുകാരൻ്റെ പ്രത്യേകത? ഒരു ആലയിൽ പണിയെടുക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. കാരണം ആ ആലയിൽ നിന്ന് അവർക്ക് നല്ലതൊന്നും ലഭിക്കാനില്ല.
ആ ആലയിൽ നിന്ന് ഉയർന്നു വരുന്ന തീയിന്റെ നാരുകൾ, ആ തീ ഉണ്ടല്ലോ, ആ തീ അവന്റെ ശരീരത്തിലേക്ക്, അവന്റെ വസ്ത്രത്തിലേക്ക് പറ്റുമ്പോൾ അവന്റെ വസ്ത്രം തുരുമ്പിക്കുക എന്നല്ലാതെ, അല്ലെങ്കിൽ കരിപിടിക്കുക എന്നല്ലാതെ യാതൊരു നന്മയും അവന്റെ ജീവിതത്തിലേക്ക് ലഭിക്കാനില്ല. അതേപോലെയാണ് പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട അനുജന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടുകളെ സംബന്ധിച്ച് അവരെ ചേർത്ത് നിർത്തി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. പ്രിയപ്പെട്ട അനുജന്മാരെ, നമ്മുടെ കൂട്ടുകെട്ടുകളെ സംബന്ധിച്ച് ആത്മാർത്ഥമായി ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന നല്ല അത്ര വ്യാപാരിയുടെ ഉപമയായി നമ്മുടെ കൂട്ടുകാരന്മാരെ മാറ്റാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സൗഹൃദ വലയങ്ങളെ ആ തരത്തിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റജുലു അലാ ദീനി ഖലീലി. ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും, കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുക. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ സ്വഭാവത്തിലായിരിക്കും, അവൻ്റെ മതത്തിലായിരിക്കും. അവൻ കള്ളു കുടിക്കുന്ന, അവൻ വ്യഭിചരിക്കുന്ന, അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന തരത്തിലാണ് അവൻ്റെ സ്വഭാവമെങ്കിൽ എൻ്റെ സ്വഭാവം ആ തരത്തിലേക്ക് മാറുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടുകാരന്മാരെ, നമ്മുടെ കൂട്ടുകെട്ടുകളെ നല്ല രൂപത്തിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൻ്റെ അവസാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തി, അതിനാൽ നിങ്ങളിൽ ഓരോരുത്തരും താൻ കൂട്ടുകൂടുന്നവരെ കുറിച്ച് ചിന്തിച്ചു കൊള്ളട്ടെ എന്നുള്ളതാ. നമ്മൾ ആലോചിക്കുക, നമ്മുടെ കൂട്ടുകാരന്മാർ നമ്മെ നന്മയിലേക്ക് നയിക്കുന്ന, നമസ്കരിക്കാൻ കൽപ്പിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യാൻ കൽപ്പിക്കുന്ന, പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ നമസ്കരിക്കാൻ നമ്മുടെ കൈകൾ പിടിച്ച് മറ്റെന്തിൽ നിന്നും നമ്മെ തടഞ്ഞ് നമസ്കാരത്തിനായി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ഹറാമുകൾ കാണുമ്പോൾ, തിന്മകൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് നമ്മെ തടയുന്ന കൂട്ടുകെട്ടാണ് നമ്മുടെ കൂട്ടുകെട്ടെങ്കിൽ, അങ്ങനെയുള്ള കൂട്ടുകെട്ടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതല്ല, അതിന് നേരെ വിപരീതമാണെങ്കിൽ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടുകളെ സംബന്ധിച്ച് കൃത്യമായ ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അവർ എവിടെ പോകുന്നു, ഏത് തരത്തിലുള്ള കൂട്ടുകെട്ടാണ് അവർക്കുള്ളത് എന്നെല്ലാം കൃത്യമായി നിരീക്ഷിക്കാനും അവരെ കൃത്യമായി ചേർത്തിരുത്തി ഉപദേശിക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد اتقوا الله وعباد الله. ഒരിക്കൽ കൂടി ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. അത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴാമതായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അവർ ഖുർആനുമായി നമ്മുടെ മക്കൾ ബന്ധമുണ്ടാക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയല്ലോ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്ന് പറയുന്നത് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഒന്നല്ലെങ്കിൽ ഖുർആനിൻ്റെ പഠിതാക്കളായി നമ്മൾ മാറ്റുക, നമ്മുടെ മക്കളെ ഖുർആനുമായി ബന്ധമുള്ളവരാക്കി നമ്മൾ മാറ്റുക. അപ്പോൾ അവരുടെ ജീവിതത്തെ കൺകുളിർമയോടുകൂടി നോക്കിക്കാണാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. സലഫു സാലിഹ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രം അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവരിൽ ആർക്കെങ്കിലും ഒരു കുട്ടി ഉണ്ടാവാൻ, അവരിലൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് അവർ വളർത്തുന്ന രീതിയെ സംബന്ധിച്ച് നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ കുട്ടിയെ അവർ ഹദീസുകൾ കേൾപ്പിക്കും, ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിൽ അവനെ വ്യാപൃതനാക്കും. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവൻ്റെ ഹൃദയത്തിൽ ഈമാൻ സ്ഥിരപ്പെടുന്നുവെന്ന് നമുക്ക് ചരിത്രങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ സലഫുകൾ അവരുടെ മക്കളെ വളർത്തിയ രീതികൾ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വളർത്തുവാനാണോ നമ്മെ പഠിപ്പിച്ചത്, ആ രൂപത്തിൽ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഗൗരവത്തോടുകൂടി അവരെ വളർത്താൻ നമുക്ക് സാധിക്കണം. നല്ല ശീലങ്ങൾ അവരെ നമ്മൾ പഠിപ്പിക്കണം. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ, പള്ളിയിലേക്ക് പോകുമ്പോഴുള്ള മര്യാദകൾ, പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗൗരവം, നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഫർള നമസ്കാരങ്ങളിൽ ജമാഅത്തായി പങ്കെടുക്കുന്നതിൻ്റെ ഗൗരവം എല്ലാം നമ്മുടെ മക്കളെ കൃത്യമായി പഠിപ്പിച്ച് നല്ല ശീലങ്ങൾ അവരിൽ വാർത്തെടുക്കാൻ, തിന്മകൾ അവരിൽ നിന്ന് കടഞ്ഞെടുക്കാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാ. ഒമ്പതാമതായി നമ്മെ പഠിപ്പിക്കുന്നത് മക്കൾക്കിടയിൽ നീതി പാലിക്കണം എന്നുള്ളതാണ്. പത്താമതായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കുട്ടികളോടൊപ്പം അവരിൽ ഒരാളായി നമ്മൾ മാറണം എന്നുള്ളതാ. നമ്മുടെ മക്കളിലേക്ക് നമ്മൾ അലിഞ്ഞു ചേരുക, അവിടെ പ്രയാസങ്ങൾ നമ്മൾ അടുത്തറിയുക, ചോദിച്ചറിയുക, ഇവിടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക,
മനസ്സിലാക്കി അവർക്ക് എന്ത് പ്രയാസത്തിനും ദൂരീകരിച്ചു കൊടുക്കാൻ തൻ്റെ ഉപ്പയുണ്ട് ഉമ്മയുണ്ട് എന്ന ബോധം അവരുടെ മനസ്സിൽ നൽകുക. താൻ എവിടെ പോയാലും ആര് കണ്ടിട്ടില്ലെങ്കിലും ആരറിഞ്ഞിട്ടില്ലെങ്കിലും ആര് കേൾക്കാനില്ലെങ്കിലും താൻ അറിയുന്ന ആരും ആ പരിസരത്തില്ലെങ്കിലും എല്ലാം അറിയുന്ന എല്ലാം കാണുന്ന എല്ലാം നിരീക്ഷിക്കുന്ന നാഥൻ മുകളിലുണ്ട്, നാഥൻ അതെല്ലാം കാണുന്നുണ്ട് എന്ന ബോധ്യം നമ്മുടെ മക്കളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സാന്ദർഭികമായി ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഈ വിഷയങ്ങളെല്ലാം കൃത്യമായി പാലിച്ച് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ ഇന്നലകളിൽ കേട്ട വർത്തമാനങ്ങളിൽ ഇന്നലകളിൽ കേട്ട വാർത്തകളുണ്ടല്ലോ, ഒരിക്കലും നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് കേൾക്കേണ്ട ദുരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഇന്ന് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന കളക്ഷൻ, നമ്മുടെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട നമ്മൾ ആലോചിച്ച് നോക്കുക. പരിശുദ്ധ റമദാനിലാണ് നമ്മൾ ഉള്ളത്. ഈ റമദാൻ മാസത്തിൻ്റെ പവിത്രതയിൽ അത് കൃത്യമായി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതുപോലെ എല്ലാ ദിവസവും റബ്ബിൻ്റെ മലായിക്കത്തുകൾ നടത്തുന്ന 2 പ്രാർത്ഥനകളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചല്ലോ. ഒന്നാമത്തെ മലക്ക് നടത്തുന്ന പ്രാർത്ഥന എന്താണ്? റബ്ബേ, ഇന്ന് നിന്റെ മാർഗത്തിൽ ആരാണോ റബ്ബേ ദാനധർമ്മം ചെയ്തത് അവൻ്റെ റിസ്കിനെ, അവൻ്റെ സമ്പത്തിനെ അതാ നീ വിശാലമാക്കി കൊടുക്കണേ എന്നുള്ളതാണ്. രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കുന്ന രണ്ടാമത്തെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താ രണ്ടാമത്തെ പ്രാർത്ഥന? ഇന്ന് ആരാണോ റബ്ബെ കൊടുക്കാത്തത്, ഇന്ന് ആരാണോ റബ്ബെ കൊടുക്കാതെ കുടിസമായി എടുത്തു വെച്ചത് അവൻ്റെ സമ്പത്തിനെ നാഥാ നീ കുടിസമാക്കണേ, അവൻ്റെ റിസ്കിനെ നീ കുടിസമാക്കണേ എന്ന് റബ്ബിൻ്റെ മലായിക്കത്തുകൾ റബ്ബിനോട് പ്രാർത്ഥിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബിൻ്റെ ഭവനവാൻ നമ്മുടെ വീടുകൾ മൂടി പിടിപ്പിക്കാൻ നമുക്ക് പൈസയുണ്ട്. നമ്മുടെ വീടുകൾ ഏത് രൂപത്തിൽ എത്രമാത്രം നല്ല രൂപത്തിലാക്കണോ അതിനെല്ലാം നമ്മുടെ കയ്യിൽ പണമുണ്ട്. പക്ഷേ റബ്ബിൻ്റെ പള്ളി പരിപാലിക്കാൻ, റബ്ബിൻ്റെ ഭവനം പരിപാലിക്കാൻ, റബ്ബിൻ്റെ പള്ളിയുമായി ഒന്ന് ബന്ധപ്പെടാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നമ്മുടെ നാടിലെ പള്ളികൾ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് അങ്ങോട്ട് പോയി ഒന്ന് ആവശ്യപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ മനസ്സ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഈമാൻ നമ്മളൊന്ന് വിലയിരുത്തി നോക്കുക. റബ്ബിൻ്റെ ഭവനങ്ങൾ പരിഗണിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ മറ്റെന്തിനെയാണ് നമുക്ക് പരിഗണിക്കാൻ കഴിയുക? റബ്ബിൻ്റെ ഭവനങ്ങളിലുള്ള പരിമിതികളെ പരിഹരിക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങിയിട്ടില്ലെങ്കിൽ ആരാണ് മുന്നിട്ടിറങ്ങുക? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പള്ളികളെ ചേർത്ത് നിർത്താൻ, അതിനെ സംരക്ഷിക്കാൻ, അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ കെട്ടിപ്പിടിച്ച നമ്മുടെ സമ്പത്ത് കുറച്ചൊക്കെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് ഉദാരമായി നമ്മൾ കൊടുക്കുക. അത് കുറയൂല എന്നുള്ളത് പ്രവാചകന്റെ പ്രഖ്യാപനമാണ്. നിങ്ങൾ കൊടുത്തോളി, അത് കുറയൂല എന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നൽകുക. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ റബ്ബിൻ്റെ പള്ളികൾ സംരക്ഷിക്കാൻ, അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നമ്മോട് ചോദിക്കുന്നു നമ്മൾ കൊടുക്കുക. നമുക്ക് റബ്ബ് പകരം നൽകും. നമ്മുടെ സമ്പത്ത് റബ്ബ് നമുക്ക് നൽകിയതാ, നമ്മളാരും ചോദിക്കാതെ റബ്ബ് നമുക്ക് നൽകിയതാ. അത് റബ്ബിനെ തിരിച്ചെടുക്കാൻ യാതൊരു പണിയുമില്ല എന്ന ബോധ്യം പ്രിയമുള്ള വിശ്വാസികളെ നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ നൽകുക ഉദാരമായി. നമ്മുടെ പള്ളിയിൽ നടക്കുന്ന പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട കളക്ഷൻ നമ്മളത് പരമാവധി നൽകുക. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ആത്മാർത്ഥമായി റബ്ബിൻ്റെ വജ്ഹ മാത്രം പ്രതീക്ഷിച്ച് നമ്മൾ നൽകുക. റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലവിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളെ, അവരുടെ ബുദ്ധിമുട്ടുകളെ അല്ലാഹു ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. മാറാരോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ആദർശ സ്നേഹികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എല്ലാ അസുഖങ്ങളെയും പരിപൂർണമായി ശിഫയാക്കി കൊടുക്കുകയും പരിപൂർണമായി ശിഫയാക്കി കൊടുക്കുകയും റബ്ബിൻ്റെ ദീനിൽ കൃത്യമായി പ്രവർത്തിക്കുവാൻ അവരുടെ മനസ്സുകൾക്കും റബ്ബ് സ്ഥൈര്യം നൽകി പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബിൻ്റെ ദീനിനെ കുറിച്ച് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും മരണം വരെ അത് ജീവിതത്തോട് ചേർത്ത് വെച്ച് ആദർശത്തിൻ്റെ വക്താക്കളായി മരണപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിഹൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.